പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് ഞാൻ ഒരു ചെറിയൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ഗ്യാസ് കത്തിച്ച ശേഷം വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ചട്ടി ഒന്ന് ചൂടായി വന്നോട്ടെ. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ഇത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെ എടുത്തു വെച്ചിട്ടുള്ളതെന്ന് നോക്കാം. ഒരു കറിവേപ്പില, ഒരു 2 പച്ചമുളക്, ഒരു 2 വെളുത്തുള്ളി, പിന്നെ ഒരു ഉള്ളി, പിന്നെ ഒരു 2 ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റുമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ വേണ്ടി ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. ഇവിടെ തണുപ്പായത് കൊണ്ട് വെളിച്ചെണ്ണ കുറച്ച് കട്ടിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയിലാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടു പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മുറിച്ച് വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ച മറക്കട്ടെ വെളുത്തുള്ളിയുടെ. പിന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ വെളിച്ചെണ്ണയിലാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് വാടി വരാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളിയിൽ. ഇനി ഉള്ളി നല്ല രീതിയിലൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒന്ന് ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒന്നായിക്കോട്ടെ. ആയി വന്നിട്ടുണ്ട് കുറച്ച്. അപ്പോഴേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, കുരുമുളക് പൊടി കുറച്ച് മതി. നമുക്കിത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലോണം ഒന്ന് പാകമായിക്കോട്ടെ. പൊട്ടറ്റോ ക്യാരറ്റ് മെഴുക്ക് പുരട്ടി എവിടെ വരെ എത്തിയെന്ന് നോക്കാം. ആയിട്ടുണ്ട് കേട്ടോ. നല്ലോണം വെന്ത് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. കറിയുടെ കൂടെ ചോറിനും കൂടാതെ ചപ്പാത്തിക്കും ഡ്രൈ ആയിട്ടുള്ളതൊക്കെ കൂട്ടാൻ ഇഷ്ടമുള്ളവരുണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. ചപ്പാത്തിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ശരി, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.